മാഷേ മാഷേ എന്താ വിവേക് എവിടെ? എന്തിനാ വിവേക് എവിടെ? എന്താ കാര്യം? എന്താ കേസ് ഇപ്പൊ തിരിഞ്ഞിരിക്കാം മാഷേ. അമ്മൂന് എങ്ങനെ ഇരിക്കുന്നു? വീട്ടിൽ പോയോ? ഹോസ്പിറ്റലിൽ തന്നെയാ. പക്ഷെ നീ പോയിസൺ വാങ്ങി കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു ഇപ്പൊ കേസ്. അതങ്ങനെ വരൂ, എനിക്കറിയാം. മരുന്ന് വാങ്ങിക്കൊടുത്ത് ഇവനാണെന്ന് ആ മെഡിക്കൽ ഷോപ്പുകാരൻ മൊഴി കൊടുത്തില്ലേ? പോലീസിന്റെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഒളിപ്പിച്ചു വെച്ചത്. അതുവരെ ഇത്തിരി റിസ്ക് തന്നെയാ. സാർ, വിവേകിന്റെ ജാമ്യം ശരിയാക്കിയിട്ടുണ്ട്. കൊലക്കുറ്റമാണ് അവന്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. തെളിവുകളെല്ലാം അവനെതിരാണ്. കോടതി കയറാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ കാണുന്നുള്ളൂ. ആ സ്ത്രീയെ ഒന്ന് നേരിൽ. എനിക്കറിയാൻ താൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്. എന്തിനും പോകുന്ന ആ സ്ത്രീയുടെ മുമ്പിൽ ചെന്ന് ഞാൻ കെഞ്ചണം, എന്റെ മോനെ തിരിച്ചു തരണമെന്ന് അല്ലേ? പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എന്നോട്? അവരെ എന്തിനാ കുറ്റം പറയുന്നേ? തെറ്റിയത് എന്റെ മോൻ തന്നെയല്ലേ? കൂട്ടിന് താനൊരുത്തനുണ്ടായിരുന്നല്ലോ, ഒന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ അവന്റെ പോക്ക് ശരിയല്ലെന്ന്? സാർ പറയുന്നൊക്കെ ശരിയാണ്. ഇതിപ്പോ ഇങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് കേസാവുമെന്ന്. പക്ഷെ അവൻ ചെറുപ്പല്ലേ, അവന്റെ ഭാവി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ അവന്റെ അച്ഛൻ മാത്രമാ, വക്കീലോ ജഡ്ജോ ഒന്നും അല്ല. ഏതായാലും കോടതിയില് ആ പെൺകുട്ടി അവനെ തള്ളി പറയില്ല. അത് തന്റെ വിശ്വാസം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ആ സ്ത്രീക്ക് സ്വന്തം മോളെ ചൊൽപ്പടിക്ക് നിർത്താൻ എന്താ ബുദ്ധിമുട്ട്? കോടതിയില് എന്റെ മോനെ അവൾ തള്ളി പറഞ്ഞാൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല. You may proceed, prosecutor. അവസാനമായി തമ്മിൽ കണ്ട ദിവസം പ്രതി നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങി തരികയുണ്ടായോ? ആ മരുന്ന് നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? അറിയില്ല. ഓർമ്മ തെളിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് കിടന്നിരുന്നത്? ഹോസ്പിറ്റലിൽ. അവിടെ എത്ര നാൾ കിടന്നു? 1.5 ആഴ്ച. പ്രതിയോടുള്ള വിശ്വാസം കൊണ്ടാണോ പ്രതി പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ആ മരുന്ന് കഴിച്ചത്? ഭഗവതി, ഇല്ല ഇല്ല, ഇത് മുഴുവൻ കള്ളമാണ്. കള്ളം. ഞാൻ പറഞ്ഞിട്ടാണ് വിവേക് എനിക്ക് ആ മരുന്ന് വാങ്ങി തന്നെ. ഞാൻ കാരണം വിവേകിന് ഒന്നും സംഭവിക്കരുന്ന് ഓർത്തിട്ടാണ് ഞാനത് കഴിച്ചത്. പക്ഷെ വിവേകിന് ഇതൊന്നും അറിയില്ലായിരുന്നു. വിവേക് ഒരു പാവ. എനിക്ക് വിവേകിന് ഇഷ്ടം, എന്നും ഇഷ്ടം. പ്രതിയായിട്ട് വഞ്ചൂർ കോടതി പാർവതിയുടെ വധശ്രമത്തിന്
പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രോസിക്യൂഷൻ സംശയാതീതമായി കേസ് തെളിയിച്ചിട്ടില്ല എന്ന് കണ്ട് കോടതി പ്രതി വിവേകാനന്ദനെ വെറുതെ വിടുന്നു. വധിക്കാൻ ശ്രമിക്കപ്പെട്ടു എന്നാരോപിക്കപ്പെട്ട പാർവതിയുടെ പേരിൽ ആത്മഹത്യാശ്രമത്തിന് കുറ്റം ആരോപിക്കാമെങ്കിലും ഈ കുട്ടികളുടെ ചെറുപ്രായവും ആത്മബന്ധവും പ്രത്യേക സാഹചര്യവും കണക്കിലെടുത്ത് പാർവതി ഇനി ആത്മഹത്യക്ക് ശ്രമിക്കരുതെന്ന് ഈ കോടതി താക്കീതെന്ന പോലെ ഉപദേശിച്ച് വെറുതെ വിടുന്നു. ഒരു യഥാർത്ഥ കാമുകനെ ഈ ലോകം മുഴുവൻ സ്നേഹിക്കും. ഈ കോടതി മുറി വെച്ച് ഇത്രേ ആളുകളുടെ മുമ്പിൽ വെച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനൊരു പെൺകുട്ടി ഉണ്ടായില്ലേ? ഇങ്ങനെ ഒന്ന് കേൾക്കാൻ ആരൊക്കെ കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ആരൊക്കെ ഇപ്പോഴും കൊതിക്കുന്നുണ്ടെന്നറിയോ? നീ ഭാഗ്യവാനാടാ മോനെ. ഇനി ഞങ്ങളെ കൊണ്ടുപോകാം മാഷെ. വാടാത്ത നക്ഷത്രങ്ങളും അണയാത്ത പുഷ്പങ്ങളും കാത്തു കാത്തിരിക്കുന്ന ദൂരെ, അങ്ങ് ദൂരെയുള്ള ദിക്കിലേക്ക്. For every action, there is an equal and opposite reaction. ഇതാരുടെ തിയറിയാണെന്നറിയോ? ന്യൂട്ടന്റെ. റൈറ്റ്. ന്യൂട്ടൺസ് തേർഡ് ലോ. പരീക്ഷയ്ക്ക് വരും, അപ്പോഴത് ഓർമ്മ വേണം. നമുക്കിറങ്ങാം. മാഷെ, ഞാൻ കാരണം. എന്താടോ ഇതെന്താ? എന്റെ സ്വന്തം വീടാ. ഞാൻ വെറും ഒരു വാടകക്കാരൻ. അവർ മാറാൻ പറഞ്ഞു, മാറുന്നു, വേറെ വീട് എടുക്കുന്നു, താമസിക്കുന്നു. ദാറ്റ്സ് ഓൾ. രണ്ട് പെണ്ണുങ്ങൾ വന്ന് നിൽക്കുന്നല്ലോ. ഇനിയിപ്പോ എന്താ കേസ് കേട്ടെ? ചേച്ചിയെ ദുബായിക്ക് അയക്കുക. എയർപോർട്ടിൽ പോയി എല്ലാരും ഒരുങ്ങാം. മാഷെ, പമ്മു. വിവേക്, പമ്മു. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലടാ റാസ്കൽ.